കണ്ണൂർ ഭാഗങ്ങളിൽ കല്യാണ തലേന്ന് ബിരിയാണീൻ്റെ കൂടെ കിട്ടുന്ന ബീട്രൂട്ട് അച്ചാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തീ പോലും കത്തിക്കാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ രുചി എത്ര കഴിച്ചാലും മതിയാകില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു 5-10 ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം വിനാഗിരി ചേർത്തിട്ട് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളകും, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ നമ്മളെടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം തുടച്ച് വെക്കണം കേട്ടോ. ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ച് തുടച്ച് വെക്കുക. ആദ്യം നമ്മളിത് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, അതുപോലെ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി രണ്ടും ഒരുമിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ഒരേ അളവിൽ തന്നെ എടുക്കാം. ക്യാരറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ കത്രിക വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ കറിവേപ്പില ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചധികം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന വിധത്തിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബീട്രൂട്ട് നമ്മൾ വിനാഗിരിയില്ലേ അതും കൂടിയും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ കാണാനും കിടക്കണം. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് വീണ്ടും നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ റേസിൻസാണ് ചേർക്കുന്നത്, മറ്റേ സാധാരണ കറുത്ത മുന്തിരി ചേർക്കരുത് കേട്ടോ. അതായത് ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ വീണ്ടും ഉപ്പ് ആവശ്യമായി വന്നിട്ടുണ്ട്, വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുന്തിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വിനാഗിരിയായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നല്ലോണം ഇത് വീർത്ത് വരും. അത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ കുറച്ച് വിനാഗിരി ആ ഒരു മിക്സിയിൽ ചേർത്തിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി കുറവാണെങ്കിൽ മാത്രം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ച വെള്ളം ഒന്ന് ആറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത്. പിന്നെ നമ്മൾ ഇതുപോലുള്ള ചില്ല് ബോട്ടിലാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കുന്നത്. നല്ലോണം കഴുകി ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്ത് തന്നെ ഒരു 3-4 ദിവസം നിൽക്കും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കീപ്പ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.